ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം നമ്മളുള്ളത് സെക്കന്ദരാബാദിലെ കോമ്പള്ളി റോഡ് ബൊലാറത്തിലുള്ള മല്ലൂസിൻ്റെ തട്ടുകടയിലാണ് കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റ് കം ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു ഫിഷ് ഹബ്ബ് ഉണ്ട്. അതിൽ നമ്മളെ നാട്ടിലെ മത്സ്യങ്ങളായ അയല, ചൂര, മത്തി അങ്ങനെയുള്ള ഫിഷസ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. കോഫി, ടീ, ജ്യൂസ് അതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമ്മളെ മലയാളികളുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട റെഡിയാക്കുന്നതാണ് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ 9:30 ആയിട്ടുണ്ട്. 10 o'clock ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9 o'clock ആയി. അപ്പോൾ ഇവിടെ അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലോസിങ് ടൈം ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അകത്തോട്ട് കയറിയിട്ട് നമുക്ക് വേണ്ട ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അച്ചപ്പം, മുറുക്ക്, മിക്സ്ചർ, ചക്കൻ്റെ ചിപ്സ് അതെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇതെല്ലാം നോക്കുമ്പോൾ മക്കൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കിൻഡർ ജോയും ലേസും എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവർക്കത് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയൊക്കെ പിടിച്ചു കേട്ടോ. പിന്നെ അതുപോലെ മോളാണെങ്കിൽ ഗുലാബ് ജാമുൻ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ ബ്രാൻഡഡ് ആയിട്ടുള്ള അച്ചാറുകളില്ലേ, അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പിക്കിൾസ്. അപ്പം ഞാനൊരു മാംഗോൻ്റെ അച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിലെ പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ കുമ്പളങ്ങ, മത്തങ്ങ അതെല്ലാം വേറെ ഷോപ്പിൽ കിട്ടുമെങ്കിലും നമ്മളെ കൂർക്കയൊന്നും വേറെ ഷോപ്പിൽ നമുക്ക് മലയാളി ഷോപ്പിൽ മാത്രമേ കേട്ടോ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. പിന്നെ നമ്മളെ റൈസ്, കുറുവ റൈസ് ഉണ്ടായിരുന്നു, മട്ട റൈസ്, പിന്നെ നമ്മൾ കഞ്ഞി വയ്ക്കുന്ന അരി അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ ജീരകശാലയാണ് നോക്കിയത്, അത് പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മളെ നാട്ടിലുള്ള A to Z ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കൊരു ദോശ കല്ല് മേടിക്കാനായിട്ടാണ് കേട്ടോ. പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാനിവിടെ നിന്ന് കുറച്ച് നമുക്ക് വേണ്ട ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇക്ക കുറേ ദിവസമായി പറയുന്നു നമ്മളെ ഈ കൈപ്പക്ക പിന്നെ മുളക് പോലത്തെ കൊണ്ടാട്ടങ്ങളില്ലേ, അതൊക്കെ വാങ്ങിക്കണമെന്ന്. അപ്പോൾ അതിവിടെ വന്നപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പുട്ടുപൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പല വെറൈറ്റീസിലുള്ള പുട്ടുപൊടി ഉണ്ടായിരുന്നു, ചോളത്തിൻ്റെ, റാഗി, ഗോതമ്പ്. പക്ഷെ ഞാൻ വെള്ള പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തത്. നമ്മളെ നാട്ടിലുള്ള കുഴമ്പ്, എണ്ണകൾ അതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മളെ നാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ പൊറോട്ട തന്നെയാണ് വാങ്ങിച്ചത്. മോൻ പൊറോട്ട വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മോന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, പൊറോട്ടയും ബിരിയാണിയൊക്കെ. ഇതെല്ലാം കഴിച്ച് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം കേട്ടോ. ബൈ ബൈ.